ഹലോ ഓൾ, വെൽക്കം ടു E4 ഇംഗ്ലീഷ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പുതിയൊരു ചാപ്റ്ററാണ്. ബിയോണ്ട് ദി ഹൊറൈസൺ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് സാക്രഡ് ടർട്ടിൽസ് ഓഫ് കടവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ യൂണിറ്റിനെ പറ്റി ആദ്യം ഒന്ന് അറിയണം. എന്തുകൊണ്ടാണ് ബിയോണ്ട് ദി ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു യൂണിറ്റിനെ സംബന്ധിച്ച് യാത്രകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യാത്രകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ, അല്ലേ? ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർ കാണും, വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് സ്വപ്നം കാണുന്ന ആൾക്കാർ കാണും, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നും അങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ യാത്രകളുടെ പ്രാധാന്യത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. യാത്രകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? നമുക്ക് ഒരുപാട് അറിവ് കിട്ടും, അല്ലേ? നമുക്കറിയാത്ത സ്ഥലങ്ങളിൽ പോവാം, അറിയാമെന്നുള്ള സ്ഥലങ്ങളിൽ പോവാം. ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാണ്, അല്ലേ? അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണക്രമം ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഓരോ യാത്രകളിലും ഒരു പുതിയ അനുഭവമാണ് നൽകുന്നത്. ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അറിവുകളാണ്. ഇത് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ യാത്രകൾക്ക് അത്രത്തോളം പ്രാധാന്യമാണ്. ചിലപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ഇതുപോലുള്ള നല്ല യാത്രകൾ നടത്തുന്നതിലൂടെ മനസ്സിനൊരു സന്തോഷം അങ്ങനെ കിട്ടുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഒരുപാട് രീതികളിലാണ് യാത്രകൾ ചെയ്യുന്നത്. പല ആൾക്കാർ പല കാരണങ്ങളായിട്ടാണ് യാത്രകൾ ചെയ്യുന്നത്. സോ ഈ യാത്രയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര വലിയ സങ്കടത്തിലിരുന്നാലും നമുക്കൊരു യാത്ര പോവാം. ആ യാത്രയിൽ നമ്മളെ മനസ്സിനെ മനസ്സിലെ വിഷമമൊക്കെ മാറ്റി നമ്മളെ തണുപ്പിക്കാൻ നമുക്കൊരു ഒരു ശാന്തത നൽകാൻ വേണ്ടി പ്രകൃതി നമ്മുടെ ചുറ്റിലുമുണ്ട്. അതാണ് മാനും നേച്ചറുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ പറ്റിയും കൂടെ ഈ ഒരു ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നുണ്ട്. യാത്രകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളിലൂടെ നമ്മുടെ മനസ്സ് എത്ര വലിയ പ്രശ്നങ്ങളിലായിരുന്നാലും ആ മനസ്സ് ശരിയാവുകയാണ്. അതോടുകൂടി ആ വിഷമങ്ങളൊക്കെ ഇല്ലാതെ താൽക്കാലികമായിട്ടുള്ളൊരു സുഖമെങ്കിലും നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഈ ബ്യൂട്ടിയൊക്കെ ഇപ്പം നമ്മൾ പറയും പ്രകൃതി വളരെ മനോഹരിയാണ്. എങ്ങനെയാണ് പ്രകൃതി മനോഹരിയാവുന്നത്? എങ്ങനെയാണ് ആ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഞാനിവിടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ദിനം പ്രതി ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ സ്ഥിരം കാഴ്ചകൾ തന്നെയായിരിക്കും. വളരെ റെയറായിട്ട് മാത്രമേ പുതിയ പുതിയ കാഴ്ചകൾ ഞാൻ കാണത്തുള്ളൂ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങി നോക്ക്, നമുക്ക് ചുറ്റിലുള്ള പ്രകൃതിയിലേക്ക് ഇറങ്ങി നോക്ക്, ഒരുപാട് യാത്രകൾ നടത്തി നോക്ക്, നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ നമുക്ക് എക്കാലം ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല നല്ല ഓർമ്മകൾ ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കും. അപ്പോൾ യാത്രകളെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയണം. സോ അങ്ങനെയുള്ളൊരു യൂണിറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും യാത്രകളുടെ പ്രാധാന്യത്തിനെ പറ്റി പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, യാത്രകൾ എന്ന് പറയുമ്പോൾ യാത്രകളിലൂടെ നമ്മളിപ്പോൾ അറിയാത്തൊരു സ്ഥലത്ത് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരോടൊപ്പം ഇടപഴകി ജീവിക്കാൻ പറ്റും. അവരുടെ ജീവിത രീതി എന്താണെന്ന് പഠിക്കാൻ പറ്റും. അവരുടെ ഭക്ഷണക്രമം, അവരുടെ ഭക്ഷണം നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും അവരെന്താ കഴിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ അത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല ആഹാരങ്ങൾ പലയിടത്തും നമുക്ക് കിട്ടാറുണ്ട്. അവരുടെ കൾച്ചർ പഠിക്കാം, സംസ്കാരം എന്താണെന്ന് നമുക്കറിയാം, അവരുടെ ട്രഡീഷൻസ്, അവർക്ക് എന്തെങ്കിലും റിച്വൽസ് ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ്. അപ്പോൾ യാത്രകളെ പറ്റി പറയുമ്പോൾ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമുക്ക് അവസാനിക്കുന്നില്ല, ഒരുപാട് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ദി സേക്രഡ് ടർട്ടിൽസ് ഓഫ് കടവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് കണ്ടാവുന്ന എഴുതിയിരിക്കുന്നത്, ദെൻ കടവെന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ ട്രാവൽ അറ്റ് ടൈംസ് crosses the frontiers of mere exploration of physical features of a landscape and takes us far beyond to the exploration of real self of a land which is embedded in its custom, traditions and rituals. നമ്മളെ യാത്രകൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ യാത്രകൾ? അത് നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ റിച്വൽസ്, അവിടുത്തെ റിച്വൽസ് ഉണ്ട്, കൾച്ചറുണ്ട്, അവരുടെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ ഫുഡ് സ്റ്റൈല്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതൊക്കെ പുതിയ അറിവുകളാണ്. ഹിയർ ഇസ് എ ട്രാവൽ എക്സ്പീരിയൻസ് ദാറ്റ് acquaints us with a strange ritual on a ഫിജിയൻ ഐലൻഡ്. ഒരു ഫിജിയൻ ഐലൻഡിൽ അവിടെ നടക്കുന്ന വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു റിച്വൽ, ഒരു എക്സ്പീരിയൻസ്, അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു യാത്ര നടത്തിയ സമയത്ത് നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ ഇവിടുത്തെ യാത്രികൻ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവത്തിനെ പറ്റി പറയുകയാണ്. ഫിജിയൻ ഐലൻഡിൽ നടക്കുന്ന വളരെ രസകരമായ, വളരെ വിചിത്രമായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി, അവിടെ നടക്കുന്ന ഒരു റിച്വലിനെ പറ്റി, ഒരു ആചാരമാണ്, അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ശരി, ചാപ്റ്ററിലേക്ക് പോവാം. ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കടവ് അഥവാ കണ്ടാവ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കടവ് എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷെ അത് വായിക്കുന്നത് കണ്ടാവ് എന്നാണ്. അപ്പോൾ അതൊരു ഐലൻഡിന്റെ പേരാണ്. സോ ഇതൊരു ഫിജിയൻ ഐലൻഡ് ആണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫിജിയൻ ഐലൻഡ് എന്ന് നമുക്ക് നോക്കാം. The Republic of Fiji Islands is a multicultural island nation with the cultural traditions of the people of Oceanic
യൂറോപ്യൻ, സൗത്ത് ഏഷ്യൻ ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ ഒറിജിൻസ്. അപ്പോൾ ഈ ഫിജി ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഐലൻഡ് ഗ്രൂപ്പാണ്, ദ്വീപ സമൂഹം എന്ന് നമ്മൾ പറയുന്ന പോലെ. ഒരുപാട് ഐലൻഡ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ഫിജി ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ മൾട്ടി കൾച്ചറൽ ഐലൻഡ് എന്നാണ് പറയുന്നത്. കാരണം പല കൾച്ചറിൽ പെടുന്ന ആൾക്കാർ മിങ്കിൾ ചെയ്ത് താമസിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അങ്ങനത്തെ ഐലൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ്? ഓഷ്യാനിക് പീപ്പിൾ ഉണ്ട്, യൂറോപ്യൻ ഉണ്ട്, സൗത്ത് ഏഷ്യൻ ഉണ്ട്, ഈസ്റ്റ് ഏഷ്യൻ ഒറിജിനിലുള്ള ആൾക്കാരുണ്ട്. സോ ഇവരെല്ലാവരും എന്താണ് ആ ഒരു കൾച്ചർ അവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ല? അങ്ങനെ മിങ്കിൾ ചെയ്താണ് അവരവിടെ താമസിക്കുന്നത്. ഇനി ഫിജി കൺസിസ്റ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 320 ഐലൻഡ്സ് ഇൻ സൗത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ, അബൌട്ട് 1960 മൈൽസ് ഫ്രം സിഡ്നി, ഓസ്ട്രേലിയ. അപ്പോൾ ഈ ഒരു ഫിജി ഐലൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 320 ഐലൻഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 320ഓളം ഐലൻഡ്സ് അവിടെ വരുന്നുണ്ട്. അത് പസഫിക് ഓഷ്യൻ്റെ സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയുടെ സിഡ്നിയിൽ നിന്നും ഏകദേശം 1960 മൈൽസോളം ദൂരം ഇവിടത്തേക്കുണ്ട്. അതായത് മൈൽ ദൂരത്തിലാണ് തന്നിരിക്കുന്നത്. അത് 1960 മൈൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3152ഓളം കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത്രയും ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എബൌട്ട് 100 ഓഫ് ദീസ് ഐലൻഡ്സ് ആർ ഇൻഹാബിറ്റഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എബൌട്ട് 320 ഐലൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏകദേശം ഹൺഡ്രഡ്സ് ഇൻഹാബിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ആൾതാമസം ഉണ്ട്, അവിടെ എന്താണ് ജനവാസമുള്ള സ്ഥലം എന്താണ് ഐലൻഡ്സ് ആണ്, ഏകദേശം 100ഓളം. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കൻഡാവ്. ഞാൻ പറഞ്ഞു ടെക്സ്റ്റിനകത്ത് കടവ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിലും പ്രൊനൗൺസിയേഷൻ വരുന്നത് കൻഡാവ് എന്നാണ്. അത് ആ സ്ഥലത്തിന്റെ പേരാകട്ടോ, ആ ഒരു റീജിയന്റെ പേരാണ്. On the island of Kadavu, pronounced Kandavu, one of the larger islands of Fiji group and some 50 miles by water from the capital city of Suva, is the Fijian village of Namoana. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കൻഡാവു എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് ഫിജി ഗ്രൂപ്പിലെ എന്താണ് വളരെ വലിയ ഐലൻഡ്സുകൾ ഒന്നാണ് ഈ പറയുന്ന കൻഡാവു എന്ന് പറയുന്ന ഐലൻഡും. ഏകദേശം 50 മൈൽ ആൻഡ് സം 50 മൈൽസ് ബൈ വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ. അപ്പോൾ ക്യാപിറ്റലായ സുവയിൽ നിന്നും ഏകദേശം 50 മൈൽസ് ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസ് ദ ഫിജിയൻ വില്ലേജ് ഓഫ് നമോവാന. നമോവാന എന്ന് പറയുന്ന ഒരു ഫിജിയൻ വില്ലേജും കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു വില്ലേജിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കൻഡാവു എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിൽ നമോവാന എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന റിച്വൽ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. നമോവാന nestles at the foot of a beautiful bay adjacent to the government station in Vinisa Harbour. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമോവാന എന്ന് പറയുന്ന വില്ലേജ് അത് നെസിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ്, അത് വസിക്കുക അല്ലെങ്കിൽ എന്താണ് വിശാലമായിട്ട് പരന്നു കിടക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. ഇവിടെ നെസിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ. കേട്ടോ, എന്താണ് ഒരു കടൽ തീരത്തിലാണത് സ്ഥിതി ചെയ്യുന്നത്, അതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ഗവൺമെന്റ് സ്റ്റേഷനുണ്ട് വെനീസിയ ഹാർബറിൽ. സോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത്. ഹിയർ ദി ഐലൻഡ് ഓഫ് കൻഡാവു narrows down to an isthmus and by climbing the hill behind the Namoana village. അപ്പോൾ ഇസ്ത്മസ് എന്താണെന്ന് ഞാനിത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടോ? ഇതാണ് ഇസ്ത്മസ് എന്ന് പറയുന്നത്. അതായത് ഇസ്ത്മസ് നോക്കിയാൽ നമുക്കറിയാം കരയിടുക്കുന്നതാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഇസ്ത്മസിന്റെ പ്രത്യേകത 2 വാട്ടർ ബോഡീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം 2 ലാൻഡ് ഏരിയ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇടുങ്ങിയ ഭാഗമാണ് ഇസ്ത്മസ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു ഇസ്ത്മസ് ഉണ്ട് ഈ ഒരു കൻഡാവു ഐലൻഡിൽ. നമുക്ക് അങ്ങനെ ഒരു ഇസ്ത്മസ് കാണാൻ സാധിക്കും. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ ബിഹൈൻഡ് നമോവാന വില്ലേജ്, അപ്പോൾ ഈ നമോവാന വില്ലേജിന്റെ പുറകിലായിട്ടുള്ള കുന്നുകളിൽ കയറി കഴിഞ്ഞാൽ വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദ സാഡിൽ. സാഡിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹയർ പൊസിഷൻ, അത്രയും പൊക്കം അല്ലെങ്കിൽ ആ ഒരു ഉയരത്തിൽ നിൽക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ ആൻഡ് ലുക്ക് ഔട്ട് ടു ദി സീ ടു ദ സൗത്ത് ആൻഡ് ടു ദി നോർത്ത്. അവിടെ നിന്നും സദേൺ സൈഡിലേക്കും നോർത്തേൺ സൈഡിലേക്കും ഉള്ള കടൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്, നല്ലൊരു സീനറിയാണ്. ലെജൻഡ് സേസ് ദാറ്റ് in the days gone by, the warriors of Kandavu slid their canoes on rollers up over the narrow neck of land to save the long journey round the east and the west of Kandavu Island. ഇപ്പോൾ ലെജൻഡ് എന്ന് പറഞ്ഞാൽ മിത്ത് അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് നോക്കാം. പഴയ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൻഡാവു ഐലൻഡിൽ വാരിയേഴ്സ് ഉണ്ട്, പഴയ ആൾക്കാർ വാരിയേഴ്സ്. അവരുടെ കാനോസ്, ചെറുവള്ളങ്ങൾ, അവയെ ഒരിടത്തു നിന്നും ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഇസ്ത്മസ് തന്നെ നമ്മൾ കണ്ടില്ലേ, ഇപ്പുറത്തെ വശത്ത് നിന്നും അടുത്ത ഓപ്പോസിറ്റ് വശത്തേക്ക് വരണമെങ്കിൽ, അവിടുത്തെ വാട്ടർ ബോഡിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇത്രയും ഭാഗം ചുറ്റി വരണം. സോ അത് സമയം നഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ പാടായത് കൊണ്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ്, എന്താണ്, റോൾ ചെയ്യും.
ഇപ്പം നമുക്കിത് ഇവിടെയും കാണാൻ പറ്റും. നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ ഇവിടെ തന്നെ ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നടുക്കൂടെ റോഡ് കാണും. ഓക്കെ, ആ റോഡിൽ നിന്നും ആ റോഡിന്റെ അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശം വാട്ടർ ബോഡീസ് ആയിരിക്കും. ഒരു ക്യാനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറുവള്ളങ്ങളോ ഒക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ ഈ റോഡിൽ ചെറിയ ഉരുളൻ തടികളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പച്ച മടല, കേട്ടോ, നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് പച്ച മടലാണ്, തെങ്ങിന്റെ മടലില്ലേ, അതാ യൂസ് ചെയ്യുന്നത്. അത് വെട്ടിയിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ചരിച്ച് കയറ്റിയിട്ട് ഉന്തിത്തള്ളി ഇപ്പുറത്തേക്ക് ഇറക്കും. റോളേഴ്സ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഉരുളൻ തടിയോ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലുള്ള റോളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ നാരോ നെക്ക് ഓഫ് ലാൻഡ്, ഇസ്തമസിന്റെ ആ ഇടുങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലുള്ള ഉരുളൻ തടികൾ വെച്ചിട്ട് ക്യാനോസിനെ തള്ളി, മീൻസ് അവരുടെ വള്ളങ്ങളെ അതിന് മുകളിൽ കയറ്റി ഉരുട്ടി ഇപ്പുറത്തെ വശത്ത് എത്തിക്കാറുണ്ട്. അതിലൂടെ അവർക്ക് ഇത്രയും ഭാഗം ചുറ്റി വരുന്ന ആ ഈസ്റ്റ് വെസ്റ്റ് കറങ്ങി വരുന്ന സമയം അവർക്ക് ലാഭിക്കാൻ പറ്റും. The women of Namuana village still preserves a very strange ritual, that of calling turtles from the sea. Namuana വില്ലേജിലെ സ്ത്രീകൾ അവർ നടത്തുന്ന ഒരു പ്രത്യേകതര ആചാരമുണ്ട്. എന്താണത്? വളരെ സ്ട്രേഞ്ച് ആണ്, വിചിത്രമായ ഒരു ആചാരമാണ്. കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ, കടലിൽ നിന്നും ടർട്ടിൽസ് എന്ന് പറഞ്ഞാൽ കടലാമ, കേട്ടോ, കടലാമയെ വിളിക്കുക. അവയെ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേകതര മന്ത്രമുണ്ട്, അത് ഉച്ചരിച്ച് അവരെല്ലാം എന്ത് ചെയ്യുന്നു? അവിടേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇഫ് യു വിസിറ്റ് Namuana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. നിങ്ങൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി Namuana വില്ലേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കൂണർ എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പൽ, ചെറിയ കപ്പൽ അങ്ങനത്തെ ആണ്, അത് ഉറപ്പായിട്ടും ആങ്കർ ചെയ്യണം. ആങ്കർ ചെയ്യാൻ മീൻസ് സ്റ്റോപ്പ് ചെയ്യുക. എവിടെ സ്റ്റോപ്പ് ചെയ്യണം? ഇവിടെ നങ്കൂരം വിട്ട് നിർത്തണം, ആ ബ്യൂട്ടിഫുൾ ബേയിൽ. എന്നിട്ട് റോക്കി ഹെഡ്ലാൻഡിലോ എവിടെയെങ്കിലും കയറി നിന്നതിന് ശേഷം നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കും. യു ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ എയ്തർ സിറ്റ് ഓൺ ദ റോക്സ്, ഒന്നെങ്കിൽ ബീച്ചിൽ ഇറങ്ങിയതിന് ശേഷം ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി ഇരിക്കുക, അവിടെ എന്നാൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെന്താ പറയുന്നത്? യു ക്യാൻ ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ എയ്തർ സിറ്റ് ഓൺ ദി റോക്സ് അണ്ടർ ദി ബ്ലഫ്സ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളാണ്, കേട്ടോ. ആ പാറക്കെട്ടുകളുടെ കാര്യം പറയുന്നത്. ഓൺ ദ ബീച്ച് ഓർ ക്ലൈംബ് എ റോക്കി ട്രാക്ട് to a point some 150 or 200 feet up the rock face, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 150-200 ഒക്കെ അടി മുകളിലേക്കുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ അവിടെ മുഴുവൻ പാറക്കെട്ടുകളുണ്ട്. Here you have a splendid view and will find assembled all the maidens of the village of Namuana sing a strange chant. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോൾ താഴെ നമുക്ക് കാണാൻ സാധിക്കും ആരെ? Namuana വില്ലേജിലെ സ്ത്രീകളെ. അവര് അവിടെ ആ ഒരു ബേയ് മീൻസ് കടൽ തീരത്ത് വന്നിരുന്നിട്ട് ഒരു പ്രത്യേക തരം മന്ത്രം ചാൻറ്റ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. As they chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവർ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതനുസരിച്ച് ആ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കടലിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, തീരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പതുക്കെ ജയന്റ് ടർട്ടിൽസ്, വളരെ വലിയ സൈസുള്ള ടർട്ടിൽസ്, പൊതുവെ നല്ല സൈസ് കാണും. അങ്ങനെയുള്ള ടർട്ടിൽസ് എന്ത് ചെയ്യുന്നു? പതുക്കെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സർഫസിലേക്ക് വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മന്ത്രം ഉച്ചരിക്കുന്നതനുസരിച്ച്, അവരുടെ ആ ഒരു മന്ത്രോച്ചാരണത്തിന്റെ ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതനുസരിച്ചാണ് അവർ വരുന്നത്. ദിസ് ഇസ് നോട്ട് എ ഫെയറി ടൈൽ. എന്താണ്? ഇതൊരു ഫെയറി ടൈൽ അല്ല. അതായത് നമ്മുടെ ഒരു മായാജാല കഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ കഥയൊന്നുമല്ല. ഇത് നടക്കുന്ന കാര്യം. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടർട്ടിൽസ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. ഇതൊരു ആചാരമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും ടർട്ടിൽസ് അവിടെ വരുന്നുമുണ്ട്. സോ ഇതൊരു എന്താണ് നമ്മൾ പറയുന്ന പോലെ ഇച്ചിരി ഒരു സാക്രഡ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു സംഭവത്തിനെ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഫോർബിഡ് ചെയ്തിരിക്കുക, തടഞ്ഞിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. എന്ത്? ഫിഷിംഗ് ഓഫ് ടർട്ടിൽസിനെ, കേട്ടോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ടർട്ടിൽസിനെ ഒന്നും പിടിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിരോധിച്ചിട്ടുണ്ട്. അത് സാക്രഡ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. This is not a fairy tale. Another interesting sideline to this performance is that if any member of the nearby village of Nabukalevu is present, then the turtles will not rise to the surface of the bay. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഈ ഒരു റിച്വൽ അവിടെ ഇറങ്ങിയേറുന്ന സമയത്ത്, അതായത് അവിടുത്തെ സ്ത്രീകൾ, Namuana വില്ലേജിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ടർട്ടിലിനെ വിളിക്കുന്ന സമയത്ത്, ആ സമയത്ത് തൊട്ടപ്പുറത്തെ അയൽഗ്രാമമായ നബുക്കലേവുവിൽ നിന്നുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ആ പരിസരത്തുണ്ടെങ്കിൽ ടർട്ടിൽസ് വരത്തില്ല. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, അതെന്താ അങ്ങനെ എന്നൊരു സംശയം തോന്നാം. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ടർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡഡ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, നബുക്കലേവുവിൽ നിന്ന് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ടർട്ടിൽസ് അങ്ങനെ വന്നില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ചടങ്ങ് ആ ഒരു സമയത്തേക്ക് അബാൻഡൻ ചെയ്യേണ്ടതായിട്ട് വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. സോ ഇനി വരത്തില്ല. അങ്ങനെ ഒരാളവിടെ ഉണ്ടെങ്കിൽ, നബുക്കലേവുവിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ചടങ്ങ് നമുക്ക് നടത്താൻ സാധിക്കില്ല.
As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kadavu. ഇതാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സെറമണി ആയിട്ട് അല്ലെങ്കിൽ റിച്വൽ ആയിട്ട് കസ്റ്റമായിട്ടൊക്കെ തോന്നാം. പക്ഷെ ഇത് ഫിജിയിൽ വളരെ പണ്ടേ ഉള്ളൊരു ആചാരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫാദർ ടു സൺ, അച്ഛനിൽ നിന്ന് മകനിലേക്ക്, അതായത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണിത്. അതിന് പിന്നിൽ ഒരു കഥയും ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. Many years ago, in the beautiful village of Namuana on the island of Kandavu, lived a very lovely princess called Tenekoboga. Okay, അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ, മെനി ഇയേഴ്സ് എഗോ മീൻസ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുവനയിൽ, അതായത് കണ്ടാബു ഐലൻഡിൽ, ഈ നമുവന വില്ലേജിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. പേര് തെനേക്കോ ബോഗ എന്നാണ്. ഹു വാസ് എ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നമുവന വില്ലേജ്. നമുവന വില്ലേജ് നമ്മൾ ഗ്രാമത്തലവൻ എന്നൊക്കെ വിളിക്കത്തില്ലേ, ഗ്രാമമൂപ്പൻ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഹെഡ് ഓഫ് ദ വില്ലേജ്, അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു ഈ തെനേക്കോ ബോഗ. അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയ ഷാമിങ് ആയിട്ടുള്ളൊരു മകളുണ്ടായിരുന്നു. റൗട്ട്ലൈസ് എന്നാണ് പേര്, റൗട്ട്ലൈസ് കേട്ടോ. Teneko Boga had a charming daughter called Routelace, and the two women often went fishing on the reefs around their home. റീഫ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ, പവിഴപ്പുറ്റുകൾ പോലെ കിടക്കുന്നതാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ കല്ലുകൾ പോലെ പീസായിട്ട് കിടക്കും. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഈ അമ്മയും മകളും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവരുടെ ചെറിയ വള്ളങ്ങളിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ റീഫ്സിലേക്ക് പോകാറുണ്ടായിരുന്നു. Once Teneko Boga and Routelace went further afield than usual. ഒരിക്കൽ ഇവർ രണ്ടുപേരും കൂടെ ഫിഷിംഗ് നടത്തി സാധാരണ പോകുന്നതിനേക്കാളും കുറച്ചു ദൂരം അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു. They waded out into the submerged reefs which stretch out from the rocky headland to the east of the bay on which Namuana village is situated. അവസാനം പെട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കടലിലൊക്കെ പല സ്ഥലങ്ങളിലും പാറക്കെട്ടുകൾ കാണും. അതിനിടയിൽ പെട്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വെസൽ എന്ന് പറഞ്ഞാൽ ഷിപ്പ് അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ ക്യാനോ, ഇതൊന്നും നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ നിന്ന്. കാരണം വെള്ളമില്ല. പാറയുടെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഇളക്കിയെടുക്കാൻ, മീൻസ് താഴേക്ക് വെള്ളത്തിലേക്ക് തള്ളിയെടുക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇവിടെ ഓൾറെഡി അവർ രണ്ടുപേരും സ്ത്രീകളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ അതിനകത്ത് പെട്ടുപോയി. ഓക്കെ, they became so engrossed with their fishing that they did not notice the stealthy approach of a great volcano. അപ്പോൾ ഇങ്ങനെ പെട്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ അവരും മറന്നുപോയി, അവർ ഓർത്തില്ല, അവരത് ശ്രദ്ധിച്ചു പോലുമില്ല. അവരുടെ ഫിഷിംഗ് ആ ഒരു ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന അവരെ കാത്തു വന്ന അപകടത്തിനെ പറ്റി അവർ അറിഞ്ഞതുപോലുമില്ല. അങ്ങ് ദൂരെ നിന്ന് എന്താണ് വന്നത്, stealthy approach of a great volcano filled with fishermen from the nearby village of Nebuklevu. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ നബുക്കുലേവ് വില്ലേജിൽ നിന്നുള്ള കുറേ ഫിഷർമെൻ അവരെയും ഉൾക്കൊണ്ട് ഒരു വലിയൊരു വാർക്കാനോ അവിടേക്ക് വന്നത്. ഓക്കെ, യുദ്ധക്കപ്പലായിരുന്നു. അതിനകത്ത് മുഴുവൻ നബുക്കുലേവ് വില്ലേജിലെ ആൾക്കാരാണ്. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ, ദി ഹയസ്റ്റ് മൗണ്ടൻ ഓൺ കെൻഡാവു ഐലൻഡ്. അപ്പോൾ ഈ ഒരു നബുക്കുലേവ് വില്ലേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കെൻഡാവു ഐലൻഡിലെ ഒരു ഹയസ്റ്റ് മൗണ്ടനായ മൗണ്ട് വാഷിംഗ്ടണിന്റെ ഷാഡോ, മീൻസ് അതിന്റെ വാലി, താഴ്വാരത്തിലാണ്, ഒരു ഭാഗത്താണ്. Okay, today Mount Washington is well known to mariners because there is a splendid lighthouse there warning them to the dangers of the rocky coastline. ഇപ്പോൾ എല്ലാവർക്കും പരിചിതമാണ് ആ മൗണ്ട് വാഷിംഗ്ടൺ, കാരണം there is a splendid lighthouse there. അവിടെ ഒരു വലിയ ലൈറ്റ് ഹൗസ് ഉണ്ട്. അത് ഒരുപാട് യൂസ്ഫുൾ ആണ്, കാരണം അതുവഴി പോകുന്ന മറൈനേഴ്സിന് ഉറപ്പായിട്ട് വാർണിംഗ് നൽകുന്ന ഒന്നാണ് ഈ ലൈറ്റ് ഹൗസ്. അതുകൊണ്ട് തന്നെ അവിടെ റോക്കി കോസ്റ്റ് ലൈൻ ഉണ്ടെന്ന്, അതായത് പാറക്കെട്ടുകൾ നിറഞ്ഞ കോസ്റ്റ് ലൈൻ ആണെന്ന് വാർണിംഗ് കൊടുക്കുന്ന ആ ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉള്ളത് വലിയ യൂസ്ഫുൾ ആണ് ആൾക്കാർക്ക്. Suddenly the fishermen leapt from their canoe and seized the two women, bound their hands and feet with wine, tossed them into the bottom of the canoe and set off in great haste for home. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ ഈ ആൾക്കാർ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവരുടെ വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഇവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടി. ബൗണ്ട് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ. വൈൻ എന്ന് പറഞ്ഞാൽ വള്ളി, ചെറിയ ത്രെഡ് കേട്ടോ, അത് വെച്ചിട്ട് ഇവരുടെ കൈയും കാലും ഒക്കെ കെട്ടി. ടോസ് ദം ഇൻ ദ ബോട്ടം ഓഫ് ദി ക്യാനോ, അവരുടെ ക്യാനോയുടെ താഴത്തേക്ക് എടുത്തും കിട്ടും. ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹാസ്റ്റ് ഫോർ ഹോം. എന്നിട്ട് വളരെ ബിസി ആണെന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, തിരിച്ച് അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഫാമിലിയിലേക്ക് പോവാണ്. Although the women pleaded for their lives, the cruel warriors from Nebuklevu did not listen to their entreaties. എന്താണ്, അപ്പോൾ രണ്ടുപേരും കേണപേക്ഷിച്ചു, ദൈവീയത ഞങ്ങളെ വെറുതെ വിടണമെന്നൊക്കെ അപേക്ഷിച്ചു. പക്ഷെ രണ്ടുപേരുടെ അപേക്ഷ ആര് ചെവികൊണ്ടില്ല, നബുക്കുലേവുവിലെ ആൾക്കാർ ചെവികൊണ്ടില്ല, അവരവരെയും കൊണ്ട് പോവാണ്. The gods of the sea, however, were kind, and soon a great storm rose and the canoe was tossed about by huge waves which almost swamped it.
എന്ത് തന്നെ ആയിരുന്നാലും ഇവരുടെ കരച്ചിൽ ആര് കേട്ടു എന്നാ പറയുന്നത്? അവിടുത്തെ കടലിലെ ദേവത കേട്ടു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ കടലിലെ ദൈവങ്ങൾ കേട്ടു എന്നാ പറയുന്നത്. കാരണം ഉടനെ തന്നെ ഒരു വലിയ സ്റ്റോം, വലിയൊരു കാറ്റ് അവിടേക്ക് വീശി അവർ സഞ്ചരിച്ചിരുന്ന ക്യാനോ ഇറ്റ് വാസ് ടോസ്ഡ് അബൌട്ട്. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറിച്ചിടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്, ചരിക്കുക. അങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ കാറ്റത്തൊക്കെ കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളൊക്കെ എന്ത് പറ്റും, അതിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വയലന്റ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയും. As the canoe foundered in the sea, the fishermen were astounded to notice that the two women lying in the water in the hold of the canoe had suddenly changed into turtles, and to save their own lives, the men seized them and threw them into the sea. അവർ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലായത് എന്താ? they were astounded, അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ആ രണ്ട് സ്ത്രീകളും they lying in the water in the hold of canoe, അവർ വെള്ളത്തിൽ കിടക്കുകയാണ്. canoe മീൻസ് canoe, അവരുടെ ആ ഒരു വള്ളം, ചെറുവള്ളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തൊട്ട ഉടനെ അവർ ആരായിട്ട് മാറിയെന്നാണ് പറയുന്നത്? ടർട്ടിൽസ് ആയിട്ട് മാറിയെന്നാണ് പറയുന്നത്. ഈ കടലിലെ വെള്ളം അവരുടെ ദേഹത്ത് സ്പർശിച്ചതോടുകൂടി അവർ ടർട്ടിൽസ് ആയിട്ട് മാറിയെന്നാണ് പറയുന്നത്. സോ ടർട്ടിൽസ് ആകുമ്പോൾ ഹെവിയാണ്, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. സോ അവരിങ്ങനെ ഈ വള്ളത്തിൽ തന്നെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരുടെ വള്ളം ഉറപ്പായിട്ടും മറിഞ്ഞു പോകും. സോ അവരുടെ ഓൺ ലൈഫ്സ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാവോ? അവരെ ഈ ടർട്ടിൽസിനെ അവിടെ നിന്നും പിടിച്ച് നേരെ കടലിലേക്ക് എടുത്തിട്ടു. As they slipped over the side of the canoe, the weather changed and there were no more waves. അപ്പോൾ ഭയങ്കരമായ എന്താണ് കാറ്റും അതുപോലെ തന്നെ വലിയ തിരമാലകളും ഒക്കെ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ട് സ്ത്രീകളെയും, അവർ ടർട്ടിൽസ് ആയിട്ട് രൂപം മാറിയ ആ രണ്ട് സ്ത്രീകളെയും ഈ കാനോയിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ വയലൻ്റായ വേവ്സും ഇല്ല, കാറ്റുമില്ല. The Nabucleo fishermen continued their journey back to their home village, and the two women from Namuana who had been changed to turtles lived on in the water of the bay. അപ്പോൾ നബുക്കലേവ് ഫിഷർമെൻ എന്ത് ചെയ്തു? അവരുടെ നാട്ടിലേക്ക്, അവരുടെ വില്ലേജിലേക്ക് തിരിച്ചു പോയി. ഈ വേഷം മാറിയ സ്ത്രീകളുണ്ടല്ലോ, ടർട്ടിൽസ് ആയിട്ട് മാറി, അവർ രണ്ടുപേരും ടർട്ടിൽസ് ആയിട്ട് തന്നെ പിന്നെ തുടർന്നു. It is their descendants today who rise from water when the maidens of their own village sing songs to them from the cliffs. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ ടർട്ടിൽസ് ആയിട്ട് മാറിയ അമ്മയും മകളും ഉണ്ടല്ലോ, റൗഡ്ലൈസും അമ്മയും ഉണ്ടല്ലോ, രണ്ടുപേരുടെയും അടുത്ത ഡിസെൻഡൻസ് അല്ലെങ്കിൽ അവരുടെ ഓഫ് സ്പ്രിങ്സ് ആയിരിക്കാം ഇപ്പോൾ ഈ മെയ്ഡൻസിന്റെ ആ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് ഇപ്പോൾ ആ ഒരു ടർട്ടിൽ കോളിംഗ് ചടങ്ങിനിടയിൽ വരത്തില്ലേ, ആ ടർട്ടിൽസ് ഇവരുടെ ഡിസെൻഡൻസ് ആയിരിക്കാം എന്നാണ് കരുതുന്നത്. Okay, the translation of the strange song which is chanted on such occasions is as follows. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോങ് എന്താന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നത്. Women of Namuana are all dressed in mourning. Each carries a sacred club, each tattooed in a strange pattern. അപ്പോൾ വിമൻ ഓഫ് നമുവാന വില്ലേജിലെ സ്ത്രീകൾ, ദേ ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? MOURNING. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപം, വിഷമം. സോ ഇവരെല്ലാവരും ഡ്രസ്ഡ് ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലേ, അവർ ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷമഘട്ടത്തിലോ അവർ ധരിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സാണ്. സോ ഇവിടെയും ബ്ലാക്ക് ഡ്രസ്സ് ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെല്ലാവരും മോർണിംഗ് ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ വിലാപം കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഈച്ച് ക്യാരീസ് എ സാക്രഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ വടി. അവരുടെ കയ്യിൽ ഈ സ്റ്റാറ്റു ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ, അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ക്ലബ്ബുണ്ട്, വടിയുണ്ട്. സാക്രഡ് ക്ലബ്ബാണ്. നമ്മൾ പറയില്ലേ, മന്ത്രവടി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വടിയുണ്ട്. അതിൽ പ്രത്യേകതരം ടാറ്റു പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാറ്റു ആയിരിക്കാം. ഡു റൈസ് ടു ദി സർഫസ് റൗഡ്ലൈസ് സോ വി മേ ലുക്ക് അറ്റ് യു. അപ്പോൾ റൗഡ്ലൈസിനെ മാടി വിളിക്കുന്നതാണ്. എന്താണ്? ഡു റൈസ് ടു ദി സർഫസ്, ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉയർന്നു വരൂ, സർഫസിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് റൗഡ്ലൈസിനെ ക്ഷണിക്കുകയാണ്. ഡു റൈസ് ടു ദി സർഫസ് തെനേക്കോ ബോഗ സോ വി മേ ഓൾസോ ലുക്ക് അറ്റ് യു. എന്താണ്? നിന്നെയും ഞങ്ങൾ കാണട്ടെ എന്നാണ് തെനേക്കോ ബോഗയോടും പറയുകയാണ് ഉയർന്നു വരാൻ. You may doubt the truth of the legend, but you cannot doubt the fact that the chanting of this strange song does in fact lure the giant turtles to the surface of the blue waters of the bay near Namuana village on the island of കണ്ടാവ്. എന്താണ്? സോ ഈ ഒരു ലെജൻഡ്, ഈ ഒരു മിത്ത്, അത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയം കാണും. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാം, ചിലപ്പോൾ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ വാട്ടെവർ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജയന്റ് ടർട്ടിൽസ് ഉറപ്പായിട്ടും വാട്ടർ സർഫസിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല. അത് ഇന്നും നമുവാന വില്ലേജിൽ കൃത്യമായിട്ട് നടക്കുന്നൊരു ആചാരമാണ്. ഓക്കെ, ഹലോ ഓൾ, എല്ലാവർക്കും ചാപ്റ്റർ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളും യാത്രകൾ ചെയ്യാറുണ്ട്.
ആ ഒരു യാത്രയെ ഇതുപോലൊരു വിവരണമായിട്ട് നൽകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡയറികൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ യാത്രാ വിവരണം എഴുതാറുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ നമുക്കുണ്ടാകുന്ന അതേ അനുഭവം നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളും യാത്ര ചെയ്യുക, ഒരുപാട് യാത്ര ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് തന്നെ ഇവിടെ ഒരു റൈറ്റപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. പേജ് നമ്പർ 94, ആക്ടിവിറ്റി 2 ഒരു റൈറ്റപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ എ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഒരു റിച്വലിനെ പറ്റി, ഒരു ആചാരം, എന്തെങ്കിലും ഒരു ആചാരത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് വിവരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. പാരഗ്രാഫ് റൈറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം, അതിനുശേഷം എഴുതാം. ഓക്കെ, അതുപോലെ ഒരു ട്രാവൽ ബ്രോഷറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റപ്പിന് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഓൺ ലാംഗ്വേജിൽ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ പ്രിപ്പയർ ആയിട്ടിരിക്കുക. നിങ്ങളുടെ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ഇതുപോലുള്ളൊരു ആചാരം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആ റൈറ്റപ്പിനകത്ത് ആ റിച്വലിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണം. അതിനകത്ത് പ്ലോട്ട്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ക്ലൈമാക്സ്, ആ റിച്വൽ എന്തുകൊണ്ട് അരങ്ങേറുന്നു എന്നുള്ള റീസൺ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള സിഗ്നിഫിക്കൻസ്, കൾച്ചറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള. നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നില്ല, അതുപോലെ ഒരു റിച്വൽ എടുത്തതിന് ശേഷം അതിൻ്റെ പിന്നിൽ ഐതിഹ്യം എന്താണ്, അതെന്തുകൊണ്ട് നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ആ ഒരു സമയത്ത് നമ്മുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ ഇപ്പം ഓണത്തിന് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നു, ഇല്ല കസിൻസ് വീട്ടിലേക്ക് വരുന്നു, നമ്മളെല്ലാവരും വീട്ടിൽ ഒത്തുകൂടുന്നു, സദ്യ കഴിക്കുന്നു, ഇതുപോലുള്ള വിശേഷങ്ങളുണ്ട്, ഇല്ലേ? ഓണക്കോടി എടുക്കുന്നു, ഓണം 10 നാളാണ് നമ്മൾ അത്തപ്പൂ ഇടുന്നു. അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങൾ, ആ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിച്വലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രസൻറ്റ് സിനേറിയോയിൽ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടംപററി ലൈഫിൽ, സൊസൈറ്റിയിൽ ഈ റിച്വലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഓണത്തിനെ പറ്റി തന്നെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രസക്തി ഉണ്ടോ? ഉണ്ട്. ഓണം എല്ലാവരെയും ഒരുപോലെ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. മാവേലി ഇവിടെ വാണിട്ട കാലത്ത് നമ്മളെല്ലാവരും ഒരുപോലെയായിരുന്നു. അപ്പോൾ എല്ലാവരോടും സമന്മാരായിട്ട് ഇരിക്കുക, അല്ലെ? എല്ലാവരും ഒരുപോലെ കാണുക, സ്നേഹിക്കുക, അങ്ങനെ തുടങ്ങിയ ഐഡിയാസാണ് ഓണത്തിലൂടെ കിട്ടുന്നത്. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ വേണ്ടതാണ്. കാര്യം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, വലിപ്പ ചെറുപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലായിരിക്കാം, ജാതി മതത്തിൻ്റെ പേരിലായിരിക്കാം, രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കാം. ഇങ്ങനെയുള്ള വേർതിരിവുകൾ അല്ലെങ്കിൽ അതിർവരമ്പുകളൊക്കെ മാറ്റി നിർത്തി നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നൊരു റിച്വലാണ് ഓണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന റിച്വലിനും എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക, അതിനുശേഷം എഴുതുക. ദെൻ ആക്ടിവിറ്റി 3 വന്നിട്ട് ഒരു ട്രാവൽ ബ്രോഷറാണ്, യാത്രാ വിവരണമാണ്. റൈറ്റപ്പ് പോലെ തന്നെ യാത്രാ വിവരണവും ഒരു ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതാം. അവിടെ ടിപ്സ് തന്നിട്ടുണ്ട് സൈഡിൽ. എ ട്രാവൽ ബ്രോഷർ ഷുഡ് ഓപ്പൺ വിത്ത് എ ക്യാച്ചി സെൻറ്റൻസ് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ട് കൺസൈസ് സെൻറ്റൻസ്. അതിൻ്റെ തുടക്കം വളരെ ക്യാച്ചി മീൻസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തുടങ്ങുക. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ചെറിയ സെൻറ്റൻസുകൾ വെച്ചിട്ട് എഴുതാം. സാറ്റിസ്ഫൈ ദ ഇൻട്രസ്റ്റ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ അത് എഴുതുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കണം, മീൻസ് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ്. ആ ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണോ പോകുന്നത് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, ആ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് സയൻറ്റിഫിക് ബ്യൂട്ടി, അവിടുത്തെ ബ്യൂട്ടിയെ പറ്റി, സയൻറ്റിഫിക് അല്ല, സീനിക് ബ്യൂട്ടി, അവിടുത്തെ സീനറി അല്ലെങ്കിൽ ബ്യൂട്ടിയെ പറ്റി, ആ ഒരു നാച്ചുറൽ ലൊക്കാലിറ്റിയുടെ ബ്യൂട്ടിയെ പറ്റി നമുക്ക് എഴുതാം. അതുപോലെ സ്കോപ്പ് ഫോർ അഡ്വഞ്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പോൾ സ്കൈ ഡൈവിങ്ങോ അല്ലെങ്കിൽ മൗണ്ടനിയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതാം. ദെൻ റെഫറൻസ് ടു ലോക്കൽ കൾച്ചർ, അവിടുത്തെ ലോക്കൽ കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അവിടുത്തെ സാധാരണ ആൾക്കാരുടെ ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ അപ്പീൽ ടു 5 സെൻസസ് എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്, കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്, അങ്ങനെ 5 സെൻസിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പ്രസൻറ്റ് 1 or 2 പോസിറ്റീവ് ടെസ്റ്റിമോണിയൽസ് ഫ്രം പാസ്റ്റ് വിസിറ്റേഴ്സ്. മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും റിവ്യൂസ് നമ്മൾ എടുക്കാറില്ല, അതുപോലെ മുന്നേ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ്, ഈ ഒരു സ്ഥലത്തിനെ പറ്റി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് 2-3 എക്സാമ്പിൾസ്. അതിപ്പോൾ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എക്സാമ്പിൾസ് അറിയില്ല എങ്കിൽ നമുക്ക് കയ്യിൽ നിന്നിടാം കേട്ടോ, കുഴപ്പമില്ല.
അതുപോലെ ഇൻക്ലൂഡ് അട്രാക്റ്റീവ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി ഡെസ്റ്റിനേഷൻ. ട്രാവൽ ബ്രോഷർ തയ്യാറാക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് തന്നെ ഒരു പിക്ചർ തയ്യാറാക്കി കൊടുക്കും. അത്രത്തോളം ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും വരാൻ സാധ്യത. ഇനി അതിനുശേഷം ഒരു കോൺവെർസേഷൻ്റെ കാര്യം പറയുന്നുണ്ട് പേജ് നമ്പർ 96. ഓക്കെ, ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സപ്പോസ് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു യാത്ര, ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അപ്രോച്ച് ട്രാവൽ ഏജൻസി ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. അവിടുത്തെ ട്രാവൽ ഏജൻസി നിങ്ങൾ സമീപിക്കുകയാണ് ആ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ട്രാവൽ ഏജൻറ്റും നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏത് സ്ഥലത്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അവിടെ പ്രശ്നങ്ങളില്ല കേട്ടോ. ഏത് സ്ഥലം വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതുമ്പോൾ ഒരു സ്റ്റൈലുണ്ട്, അറിയാമല്ലോ, അത് ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്താണ്, ഉറപ്പായിട്ടും നമ്മൾ എക്സ്ചേഞ്ച് നോക്കി തന്നെ മാർക്ക് നോക്കി അതിനുശേഷം എക്സ്ചേഞ്ച് അനുസരിച്ച് വേണം എഴുതാൻ. 5 മാർക്കിൻ്റേതൊക്കെ ആണെങ്കിൽ ഒരു 10 എക്സ്ചേഞ്ചെങ്കിലും മിനിമം നമ്മൾ എഴുതാൻ ശ്രമിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കാര്യം ഫാക്ച്വൽ ആയിരിക്കണം. നമ്മൾ ഈ ഹലോ ഹായ് എന്നൊക്കെ പറയുന്ന, അങ്ങനെ ഗ്രീറ്റ് ചെയ്ത് തുടങ്ങുന്ന അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു കോൺവെർസേഷൻ്റെ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് കണക്കാക്കരുത്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മാറ്റർ വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക എക്സ്ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.